അപ്പോൾ ഈ വെള്ളയും റെഡും പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഒരു ക്ഷേത്രം പോലൊക്കെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ഷർട്ട് വെച്ചിരിക്കുന്ന പ്രതിമ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ജിഗർത്തണ്ട എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കയ്യിലിങ്ങനെ ഇതിങ്ങനെ പുഷ് ചെയ്യും, താഴോട്ട് പുഷ് ചെയ്തിട്ട് മുകളിലോട്ട് വിടുന്ന സാധനമാണ് ഈ സാധനം. വേണ്ട അപ്പോൾ ആളിനെ തിരിച്ചറിഞ്ഞ് മൊബൈൽ തരാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടത് AC വെയിറ്റിംഗ് ഹാള് 1 മണിക്കൂറത്തേക്ക് 20 രൂപയാണ്. ഹായ് നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് തമിഴ്നാട്ടിലെ മധുരയിലാണ്. മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഞാനിപ്പോഴുള്ളത്. അപ്പോൾ വളരെ കുറഞ്ഞ വിലയിൽ മധുരയിൽ വന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് എങ്ങനെ തിരിച്ചു പോകാന്നുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങോട്ട് നിന്ന് ട്രെയിനിലാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പഴനി വഴി മധുരയിലേക്ക് വരുന്ന അമൃത എക്സ്പ്രസ്സിൽ കയറിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ രാത്രി 12:50 ആയപ്പോൾ എറണാകുളം ടൗൺ, അതായത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാത്രി 12:50 ആയപ്പോഴത്തേക്കാണ് ഈ ട്രെയിൻ വന്നത്. അപ്പോൾ അവിടെ നിന്ന് അതിൽ കയറിയിട്ട് രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ മധുരയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 10:15 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മധുര ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. നമുക്കിനി മുകളിലോട്ട് കയറി വേണം നമുക്ക് എക്സിറ്റ് അടിക്കാനായിട്ടേ. അപ്പോൾ തമിഴ്നാട്ടിലെ മധുര ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒത്തിരി നാളായ ഒരു ബോർഡാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് കണ്ടത് AC വെയിറ്റിംഗ് ഹാള് 1 മണിക്കൂറത്തേക്ക് 20 രൂപയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളതിനൊക്കെ 30 രൂപയാണ് 1 മണിക്കൂർ. ഇപ്പോൾ ആലപ്പുഴയുണ്ട്, പാലക്കാടുണ്ട്, അത്യാവശ്യം എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ 30 രൂപ കേട്ടോ. അപ്പോൾ ഏതോ ഒരു മധുര ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ ഈ കാണുന്നതാണ് മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ. അപ്പോൾ ഈ വെള്ളയും റെഡും പെയിൻ്റൊക്കെ ചെയ്തിട്ട് ഒരു ക്ഷേത്രം പോലൊക്കെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ഒരു 6-7 പ്ലാറ്റ്ഫോമോട് കൂടിയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഒരുപാട് വണ്ടികളൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെ വരികയും ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ നമ്മളിനി മധുര മീനാക്ഷി അമ്മൻ കോവിലിൻ്റെ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നാൽ മതി എന്നാണ് നമുക്ക് അവിടെ റെയിൽവേ പോലീസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ നടന്നു പോവാം. നല്ല വെയിലുണ്ട് കേട്ടോ, കണ്ണ് തുറക്കാൻ വയ്യ. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ തമിഴ്നാട്ടിലെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, നല്ല തീ കത്തുന്ന രീതിയിലുള്ള വെയിലാണ്. അപ്പോൾ ആ ഭാഗത്ത് ബസ് സ്റ്റാൻഡും ബസ്സും ഒക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ഒരുപാട് ഓട്ടോ സർവീസൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ദൂരെയൊക്കെ പോകേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ കയറി പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും ക്ഷേത്രത്തിലേക്ക് പോകേണ്ടതുകൊണ്ട് നടന്നു പോവാം, അധികം ദൂരമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. റോഡൊന്ന് ക്രോസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പതുക്കെ നോക്കാം. അപ്പോൾ ഒരുവിധം നമ്മൾ ഇപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോവാം. അപ്പോൾ നമ്മളിത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ളൊരു കടയിൽ കയറിയിട്ട് ചപ്പാത്തി ഓർഡർ ചെയ്തിരിക്കുക കേട്ടോ. വേറൊന്നുമില്ല, ഇവിടെ ബിരിയാണി, പൊറോട്ട, ചപ്പാത്തി അങ്ങനെ ഐറ്റമൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ചപ്പാത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടി തന്നെ കുറവായിട്ടുണ്ട്. അല്ല ഇഡലിയോ ദോശയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. 10:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ കടകളിലൊക്കെ ബിരിയാണി പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചപ്പാത്തി ഉള്ളായിരുന്നു, അങ്ങനെ പിന്നെ ചപ്പാത്തി കഴിക്കുക. അപ്പോൾ ഞാൻ 2 ചപ്പാത്തിയാണ് അവിടെ നിന്ന് കഴിച്ചത്. 40 രൂപയായി 2 ചപ്പാത്തി കഴിച്ചപ്പോൾ. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി കഴിഞ്ഞാണ് പോകേണ്ടത്. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം പോകണമെന്നാണ് അവിടെ ബോർഡ് കാണിച്ചത്. അപ്പോൾ അങ്ങ് ദൂരെ നമുക്ക് ആ ഗോപുരത്തിൻ്റെ ഒരു പോർഷൻ ഇവിടെ ദൂരെ നിന്ന് കാണാം. ഇനി ഒരു 10-700 മീറ്ററും കൂടെ നടക്കണം. നല്ല തിരക്കാട്ടോ ഇവിടെയൊക്കെ. റോഡ് ക്രോസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഭയങ്കര പാടാണ്. ഈ ഭാഗമൊക്കെ കണ്ടിട്ട് നമ്മുടെ എറണാകുളത്തെ ബ്രോഡ്വേ മാർക്കറ്റ് പോലൊക്കെ തോന്നുന്നു. ഒരുപാട് ചെരുപ്പ്, പിന്നെ ഡ്രസ്സ്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കടകളുണ്ട്. മൊബൈൽ ഫോണിൻ്റെ ആക്സറീസൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പോൾ അതായത് നമുക്ക് ഇവിടെ നിന്ന് ആ ഗോപുരം കാണാം കേട്ടോ, ആ ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇത് പടിഞ്ഞാറേ ഗോപുരമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കിഴക്കോട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ ആരോടെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കാം കറക്റ്റ് ഏത് ഗോപുരമാണ് ഈ കാണുന്നതാണ്. ഞാൻ പണ്ട് ഇവിടെ ഒരു റെയിൽവേ എക്സാം എഴുതാനായിട്ട് വന്നപ്പോഴേ ഈ മധുര ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ടങ്ങ് ഉണ്ടായിരുന്നു. അപ്പോൾ മധുര റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ട്രെയിൻ ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിന് ശേഷമായിരുന്നു എക്സാമിന് പോയത്. അപ്പോൾ അത്ര വലിയ ഓർമ്മയൊന്നുമില്ല, കുറേ നാളായി ഈ ക്ഷേത്രത്തിലോട്ട് വന്നിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓർമ്മ പുതുക്കാം അല്ലേ. ഇതേ ഒരു ഷർട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രതിമ നോക്കിയേ, അതിൻ്റെ മുഖം കണ്ടോ. സാധാരണ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു വെള്ള മുഖമായിരിക്കുമല്ലോ, ഈ പ്രത്യേകിച്ച് കണ്ണും മൂക്കൊന്നും ഇല്ലാത്ത. ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ഒരു ഷർട്ട് വെച്ചിരിക്കുന്ന പ്രതിമ കാണുന്നത്. അപ്പോൾ ഇവിടെ പൂവും പൂമാലയും ഒക്കെ വിൽക്കുന്ന കടകളൊക്കെ
ചെറിയ രീതിയിലുള്ള കടകളൊക്കെ ഈ വഴിയിലുണ്ട്. അപ്പോൾ അതേ വെസ്റ്റ് ടവർ എന്ന് ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സംഭവം പടിഞ്ഞാറേ നടയാണ്, ഇത് പടിഞ്ഞാറേ ഗോപുരമാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തോരം ഹൈറ്റാന്ന് നോക്കി ഒരു ഗോപുരത്തിന്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ മൊബൈൽ കാര്യങ്ങളെല്ലാം വെളിയിൽ ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം മാത്രമേ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്ന പടിഞ്ഞാറേ ഗോപുരം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മൊബൈൽ കാര്യങ്ങളെല്ലാം ഇവിടെ എവിടെയെങ്കിലും ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് ഇതിലേക്ക് കഴിഞ്ഞാൽ ഇറങ്ങി വന്നിട്ട് ഈ ഒരു ഗ്രില്ല് വഴി വേണം ആ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ചെല്ലാനായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, വേ ടു ദർശൻ അങ്ങോട്ട്. അപ്പോൾ ഇവിടെ പേരക്കയും കുക്കുംബറും ഒക്കെ വയ്ക്കുന്ന അമ്മച്ചിമാരൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ബോർഡുണ്ട്, സൗജന്യമായി ചെരുപ്പ് വയ്ക്കുക, പിന്നെ നമ്മുടെ ബാഗ് കാര്യങ്ങൾ ലഗേജൊക്കെ ഇവിടെ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ബാഗൊക്കെ വെച്ചതിന് ശേഷം ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് വെളിയിൽ വരുമ്പോഴത്തേക്കും ഞാൻ പറയാം ഇതിൻ്റെ പരിപാടിയൊക്കെ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിട്ട് വന്ന് ഇവിടുന്ന് ചെരുപ്പും ബാഗും ഫോണും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വടക്കേ സൈഡ് വഴി കിഴക്കോട്ട് പോയി ക്ഷേത്രത്തിൻ്റെ ഫുള്ള് കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ഈ ഫോൺ കൊടുത്തെടുത്ത് നമുക്കൊരു ചെറിയൊരു സ്ലിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ലിപ്പിൽ അവർ തന്നെ കമ്പ്യൂട്ടറിലൊരു ചെറിയ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ആ സ്ലിപ്പ്. അപ്പോൾ ഇതെൻ്റെ ഫോട്ടോസൊക്കെ അവരെടുത്തു. ഒരു ചെറിയൊരു ക്യാമറ ഉണ്ടായിരുന്നു, അത് വെച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ആളിനെ തിരിച്ചറിഞ്ഞ് മൊബൈൽ തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടുത്തെ എന്നല്ല എല്ലാ ക്ഷേത്രത്തിലും, അതായത് പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രത്തിലുള്ളൊരു ഇത് തന്നെയാണ്. അതായത് സ്പെഷ്യൽ എൻട്രി ദർശനം എന്ന് വെച്ചിട്ട് 100 രൂപയും 150 രൂപയുടെയൊക്കെ ദർശനമുണ്ട്. അപ്പോൾ അതിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കയറാനായിട്ട് പറ്റും. ഫ്രീ ദർശനം ആകുമ്പോഴത്തേക്കും ഇവർ ഒരു 2-2.5-3 കിലോമീറ്റർ ഇങ്ങനെ ചുറ്റുന്ന രീതിയിലുള്ള ക്യൂ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളെ കുറേ കറക്കും. അങ്ങനെ കറക്കി ടൈമെല്ലാം കളഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ദർശനം തരുന്നത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലൊക്കെ ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക പക്ഷാഭേദം പോലെ കാണിക്കുക. അതായത് പൈസ ഉള്ളവർക്ക് ഒരു ക്യൂ, പൈസ ഇല്ലാത്തവർക്ക് വേറൊരു ക്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തന്നെ അല്ല എല്ലാ ക്ഷേത്രത്തിലുള്ള പരിപാടിയാണത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മധുരയിൽ വന്നപ്പോൾ നമ്മുടെ കൊല്ലത്തുള്ള മലയാളികളെ 4 പേരെ കണ്ടു. കൊല്ലം പാരിപ്പള്ളിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചേച്ചിയുടെ പേരെങ്ങനെ? സിനി, ഉഷ, ബാബു, അശ്വിനി. അപ്പോൾ നമ്മൾ ഇവരെ ക്ഷേത്രത്തിൻ്റെ അകത്ത് വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരേപോലെ ഒരേ ട്രെയിനിലാണ് ഇനി തിരിച്ചു പോകുന്നത്. അപ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് വടക്കേ നട കേട്ടോ. ക്ഷേത്രത്തിൻ്റെ നോർത്ത് ഗേറ്റാണ് ഈ കാണുന്നത്. നോർത്ത് ഗേറ്റിൻ്റെ ഗോപുരമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കോഫി ഷോപ്പ്, ചായക്കട, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കടകളൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ കിട്ടുന്ന കടകളുണ്ട്. അപ്പോൾ ഇത് ജിഗർത്തൻ്റെ ഒക്കെ കിട്ടുന്ന കടയാണ് ഈ കാണുന്നത്. അപ്പോൾ ഉച്ചയല്ലേ, അപ്പോൾ നമുക്ക് ഒരു വെള്ളം കുടിക്കണം. മധുരയിലെ സ്പെഷ്യലായിട്ടുള്ള ജിഗർത്തൻ്റെ എന്ന് പറയുന്നൊരു ജ്യൂസ് ഉണ്ട്. അപ്പോൾ അത് എന്താ ഐറ്റം ഒന്നും എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ പല സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫേമസ് എന്നും പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ, ഫേമസ് ജിഗർത്തൻ്റെ എന്ന് പറഞ്ഞ കടയുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് എപ്പോഴും ആൾക്കാർ വീഡിയോസൊക്കെ ഇടുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരുടെ ബ്രാഞ്ചാണെന്ന് തോന്നുന്നു ഫേമസ് ജിഗർത്തൻ്റെ എന്ന് പറഞ്ഞിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ കണ്ടു. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് നടന്ന് ഇവിടുത്തെ ജ്യൂസ് ഒന്ന് കുടിച്ച് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് നോക്കാം. ചെറിയൊരു ജിഗർത്തൻ ഉണ്ടോ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ജിഗർത്തൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കുടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ജിഗർത്തൻ്റെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ 70 രൂപ തൊട്ടായിരുന്നു ജിഗർത്തൻ്റെ റേറ്റ് വരുന്നത്. 70, 80, 90, 100 അങ്ങനെയായിരുന്നു അതിൻ്റെ റേറ്റ്. അപ്പോൾ 100 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും 2 സ്കൂപ്പ് ഐസ്ക്രീം വരും. അപ്പോൾ 70 എന്ന് പറയുമ്പോൾ ഐസ്ക്രീം ഒന്നുമില്ല, നോർമൽ ജിഗർത്തൻ്റെ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം. പിന്നെ 100 രൂപയ്ക്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കുറവായിരുന്നു, അതേ ഉള്ളായിരുന്നൊരു കുഴപ്പം. അപ്പോൾ ഈ ഉച്ച സമയം ആയതുകൊണ്ടേ ഇവിടെ ഒരുപാട് കടകളെല്ലാം ക്ലോസ്ഡാണ്. ഇവിടെ ഇനിയിപ്പോൾ മിക്കവാറും വൈകിട്ട് ആ ഒരു ടൈമിലെ മിക്കവാറും ഇവിടെ ഒക്കെ ഓപ്പൺ ആകത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഈ വടക്കേ നടയ്ക്ക് ഞാനിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. വടക്കേ നടയിൽ നിന്ന് നേരെ റൈറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ കിഴക്കേ നട എത്തും. അപ്പോൾ ഇവിടുത്തെ ഓരോ ഗോപുരങ്ങളുണ്ടല്ലോ, 4 സൈഡിൽ ഓരോ ഗോപുരങ്ങളുണ്ട്. അപ്പോൾ അതിൽ തെക്കേ സൈഡിലെ ഗോപുരമാണ് ഏറ്റവും വലുതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുവഴി കറങ്ങി ആ തെക്കേ സൈഡിലത്തെ ആ ഒരു ഗോപുരത്തിൻ്റെ അവിടെ ചെല്ലാം. അപ്പോൾ അതിനെ രാജഗോപുരം എന്നാണ് പറയുന്നത്. അതായത് കൂട്ടത്തിൽ ഏറ്റവും വലിയ ഗോപുരം ആയതുകൊണ്ട് അതിനെയാണ് രാജഗോപുരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലേഡീസിനും ജെൻസിനും ഒക്കെ ആയിട്ട് ഫ്രീ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 2-3 സ്ഥലത്ത് ഞാനിപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ കിഴക്കേ സൈഡാണ് അമ്പലത്തിൻ്റെ. അപ്പോൾ അത് അവിടെ ആൾക്കൂട്ടവും കാര്യങ്ങളൊക്കെ കണ്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ദർശന സമയം എന്ന് പറയുമ്പോൾ രാവിലെ 5 മണി തൊട്ട് ഉച്ചയ്ക്ക് 12:30 വരെയും
ഉച്ചയ്ക്ക് 3:30 തൊട്ട് വൈകിട്ട് രാത്രി 9 മണി വരെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രവേശന സമയം. അപ്പോൾ അതിനുള്ളിലൊക്കെ തന്നെ നമ്മളിവിടെ വന്ന് ദർശനമൊക്കെ നടത്താനായിട്ട് നോക്കണം. അപ്പോൾ ഇത് കണ്ട്, ഇതാണ് കിഴക്കേ ഗോപുരം. അപ്പോൾ എല്ലാ ഗോപുരത്തിൽ കഴിഞ്ഞ് എൻട്രൻസും ഉണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് ചെരുപ്പും മൊബൈലും ലഗേജും ഒക്കെ വെക്കാനായിട്ടുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ ഗോപുരത്തിൻ്റെ അകത്ത് കഴിഞ്ഞ് തൊഴാനായിട്ട് കയറുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ കടകളിലും ഒരു ടിന്നിനകത്തിട്ട് എന്തോ കുങ്കുമാണോ എന്തോന്ന് അറിയത്തില്ല, നോക്കാം, ചോദിക്കാം. ഇതെന്തോ കുങ്കും എല്ലാം മറ്റേ ചന്ദനോ? അപ്പോൾ ഇത് കുങ്കുമം, ചന്ദനവും, കളർ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാ കടകളിലും ഇതേപോലെ ഈ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്തുവാണെന്ന് നോക്കാനായിട്ട് ജസ്റ്റ് കയറിയതാണേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഴക്കേ ഗോപുരത്തിൻ്റെ മുമ്പിലുള്ള ഒരു ചെറിയൊരു കൽമണ്ഡപമാണ് കേട്ടോ. അപ്പോൾ കൽമണ്ഡപത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടത് കുറേ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. പ്ലാസ്റ്റിക് കേട്ടോ, പ്ലാസ്റ്റിക് വെച്ചിട്ട് വേറെന്തോ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുക. 40 രൂപ കണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ കുറേ കുങ്കുമച്ചപ്പൊക്കെ അതേ കാണുന്നത്. ഇത് കണ്ടോ, ഇത് കോല വിടുന്ന സാധനങ്ങളൊക്കെ. അപ്പോൾ അതിന് പറ്റിയ കളറും അതിൻ്റെ അച്ചുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ മണ്ഡപത്തിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ടേ. അപ്പോൾ വണ്ടി കയറാതിരിക്കാനേ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കഴിഞ്ഞ് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേ വഴിയോരങ്ങളിൽ മൊത്തം ചീർത്തണ്ട വിൽക്കുന്ന കടകളാണ്. അപ്പോൾ ഈ ഫേമസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് കൂടുതലായിട്ട് മധുര ചീർത്തണ്ടയായിട്ട് ഫേമസ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്നായിരുന്നു കുടിച്ചത് നേരത്തെ. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ പേടിക്കണ്ട, ഏത് സൈഡിൽ നിന്ന് വന്നാലും നമുക്ക് ഫ്രീ ആയിട്ട് ചെരുപ്പ് വയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരത്താണ്. തെക്കേ ഗോപുരം എന്ന് വെച്ചാൽ ഏറ്റവും ഹൈറ്റുള്ള ഗോപുരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ 168 അടിയാണ് ഈ ഒരു ഗോപുരത്തിൻ്റെ ഹൈറ്റ് വരുന്നത്. ഈ ഗോപുരത്തെ രാജഗോപുരം എന്നാണ് അറിയപ്പെടുന്നത്, ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ സാധാരണ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നമ്മൾ കാണുന്ന പോലെ വിളക്കും അത് വെച്ചിട്ടുള്ള ഓട്ടർ സാധനങ്ങളെല്ലാം വിൽക്കുന്ന കുറേ കടകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള ബനിയനും ഷർട്ടും ടീഷർട്ടും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഇത് കണ്ടോ, അതേ കുഞ്ഞു കുട്ടികളുടെ നിക്കറും ഉടുപ്പൊക്കെ വിൽക്കുന്ന കുറേ കടകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. അപ്പോഴേ ക്ഷേത്രത്തിൻ്റെ 4 ചുറ്റും ഇതേപോലെ ഷീറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു ഫുട്പാത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിൽ കൊള്ളാതെ ഇതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നടന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഒരു വെറൈറ്റി ഒരു ടോയ് ഉണ്ട് കേട്ടോ. കുട്ടികൾ കളിക്കുന്നത് ഒരു സാധനം ഉണ്ട്. അതെ ഒന്ന് വിട്ട് കാണിച്ചത് ഇതുണ്ട്. അതെ അടിപൊളി. അത് നമ്മൾ ഈ കയ്യിൽ നമുക്ക് പ്രസ് ചെയ്തേ, അതേ കയ്യിലിങ്ങനെ ഇതിങ്ങനെ പുഷ് ചെയ്യും, താഴോട്ട് പുഷ് ചെയ്തിട്ട് മുകളിലോട്ട് വിടുന്ന സാധനമാണ് ഈ സാധനം. വേണ്ട സംഭവം തെറിച്ച് പോയി. 30 രൂപയാണ് ഒരെണ്ണത്തിന്. അപ്പോൾ എന്തായാലും ഒരെണ്ണം മേടിക്കാം, വീട്ടിൽ കൊണ്ട് കൊച്ചിനെ കളിപ്പിക്കാം. അപ്പോഴേ വെള്ളമില്ലാത്തതിനാൽ വള്ളംകളി മാറ്റി വെച്ചു എന്ന് പറയുന്ന പോലെ വെയിൽ കൂടിയതിനാൽ നമ്മുടെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനേ ഇവിടുത്തെ വീഡിയോ എടുത്തതിന് ശേഷം നമ്മൾ തിരുപ്പുറംകുണ്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു മുരുകൻ ക്ഷേത്രവും ഒരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ വെയിലൊക്കെ നല്ല രീതിയിൽ കട്ടിക്ക് അടിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. അത്ര നല്ല ചൂടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ്. നമ്മളപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം വന്നിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഇതുപോലൊരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.